ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ പ്ലേസസ് കാണിക്കുന്ന ഒരു ട്രിപ്പല്ല, ഇത് മെയിൻലി ഫുഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇവിടെ ഇറച്ചിയും കൂർക്കയുമാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോകുന്ന പൊതുവേ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോവുള്ളൂ. ഇപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചിത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പുറത്ത് പോയി അധികം കഴിക്കണ്ടല്ലോ. ഞാൻ എപ്പോഴും ഫസ്റ്റ് വൈഫിന് കൊടുക്കും. അപ്പം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു കൊരട്ടി എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 8:15, ഇപ്പോൾ സമയം 8:45. കുറേ ഇതൊക്കെ ഉണ്ട്, മറ്റേ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്, മന്ത്രി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. മന്ത്രിക്ക് മാത്രം സ്പെഷ്യൽ എസ്കോട്ടൊക്കെ. റോഡ് മൊത്തം ഭയങ്കര തിരക്കാണ്, എപ്പോൾ എത്തുന്ന അറിയില്ല, നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മളുടെ മൂവാറ്റുപുഴയുള്ള ഇഡ്ലി കഫേ എന്നാണ്. അപ്പോൾ ഇഡ്ലി കഫേയിൽ ഞങ്ങൾ മുന്നും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വൈഫ് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണമായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിരുന്നു ഇഡ്ലി കഫേ. ഇഡ്ലി കഫേയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ഇഡ്ലീസ് ആൻഡ് ദോശാസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ എല്ലാ ടേബിളിലും നമ്മളുടെ സാമ്പാറും ചട്നിയും ഇതൊക്കെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാനുള്ള ഇതുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സെക്കൻഡ് ഫേവറേറ്റായ വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ്. അപ്പോൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ ഞങ്ങളുടെ ഒരു വികാരം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൈര് വടയാണ്. തൈര് വട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി സാധനമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പൈനാപ്പിൾ കൃഷികളാണ്. അപ്പോൾ മൂവാറ്റുപുഴയാണ് ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ലോഡ് കണക്കിന് പൈനാപ്പിൾ ബാക്കിയുള്ള കേരളത്തിലെ എല്ലായിടത്തേക്കും എത്തുന്നത്. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ സിറ്റി ഓഫ് കേരള എന്ന് തന്നെ പറയാം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് എത്തിയ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചീയപ്പാറ വാട്ടർഫോൾസ് ആണ്. എന്താ വേണ്ടേ? മാങ്ങ. മാങ്ങ എത്ര വേണ്ട, പിന്നെ ഭക്ഷണം കഴിച്ചോളൂ. 30 രൂപ ഒരെണ്ണത്തിന്. വാങ്ങിച്ച ഉടനെ തന്നെ 2 പീസ് എടുത്ത് തിന്നു. 2 പീസ് എടുത്ത് തിന്നതിന് ശേഷമാണ് വൈഫിന് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഏറ്റവും ഫേവറേറ്റായ കുറച്ച് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടില്ല. അങ്ങനെ ഞാൻ അപ്പുറത്ത് വണ്ടിയിൽ കയറാൻ പോകുന്ന നേരത്താണ് നമ്മളുടെ ഒരു മലയണ്ണാനെ കണ്ടത്. അപ്പോൾ മലയാളാനെ ഞാൻ കുറച്ച് സൂമൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ നമ്മളുടെ പൈനാപ്പിൾ ഇതൊക്കെ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തിരുന്ന് നല്ല പൈനാപ്പിളൊക്കെ മേടിച്ച് പീസൊക്കെ തിന്നുന്നു. അങ്ങനെ എല്ലാ ഹെയർ പിൻ വളവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാർ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ആ മൂന്നാറിൻ്റെ മനോഹാരിത നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത്, റോഡിൻ്റെ 2 സൈഡിലും കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡിസംബർ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം പൂക്കളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതിനു മുന്നേ പല പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ വൈഫാണെങ്കിൽ പൂക്കളിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ വീട്ടിലും അതെ, കുറേ പൂക്കൾ വാങ്ങിച്ചും അല്ലെങ്കിൽ പലയിടത്തുനിന്നും കളക്ട് ചെയ്തും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു ആറ്റുകാൽ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡിലും കമ്പികൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പാലമാണ്. അത് ഒരു വണ്ടിയേ പോകുള്ളൂ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവും. പിന്നെ ഫുൾ റിവേഴ്സ് എടുത്ത് സൈഡ് കൊടുത്തിട്ട് വേണം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ. അപ്പോൾ അത്രയും ഒരു ടഫ് ഇതായിരുന്നു. പിന്നെ വാട്ടർഫോൾസിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആണ് ഹണിമൂണിന് വന്നിരുന്നത്. അപ്പോൾ വൈഫിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കൂടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നതാണ് അന്ന് ഹണിമൂണിന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബ്ലാങ്കറ്റിൽ ആദ്യമായിട്ട് വന്നു വിടുന്നത്. അന്ന് ഹണിമൂണിന് വന്നതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വാട്ടർഫോളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല.
അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വാട്ടർഫോൾസ് എന്തായാലും കാണണമെന്ന്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് ടാറ്റ ടീ പ്ലാന്റേഷൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ച് ടൈമും ഇതൊക്കെയായി. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ബ്ലാങ്കറ്റിൽ നിന്നാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ആറ്റുകാൽ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ആ വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അതുകൂടാതെ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസും ടീയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും വൈഫിന് കുറച്ച് പൂവെങ്കിലും കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പൊട്ടിക്കാനൊക്കെ നിർത്തി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ പ്രൈവറ്റ് റോഡിൽ കൂടെ തന്നെ തിരിച്ചു വന്ന് നമ്മളുടെ റിപ്പിളിൻ്റെ ടീ മ്യൂസിയത്തിലേക്ക് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ റിപ്പിളുടെ ടീ മ്യൂസിയത്തിൽ ഇത് ഒക്കെ സ്റ്റഫ്ഡ് ആനിമൽസാണ്. പണ്ട് കാലത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ സ്റ്റഫ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവരം അറിയും. അങ്ങനെ ഇത് റിപ്പിൾ ടീ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കുറേ പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, ഈ ടീ ലീവ്സ് എങ്ങനെ നമ്മളുടെ റോസ്റ്റഡായി ഇങ്ങനെ വരുന്നു എന്നുള്ള ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അതുകൂടാതെ ലാസ്റ്റ് ഇറങ്ങുന്ന സ്ഥലത്ത് കുറേ അവരുടെ പ്രൊഡക്ട്സ് വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ പുറത്തുനിന്നുള്ള ഒരു ലുക്ക്. അപ്പോൾ കുറച്ച് ടീ പ്ലാന്റേഷൻസും അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് ഒരു ഇരുമ്പ് ബ്രിഡ്ജ് ഉണ്ട്, ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ അതിലേക്ക് വൈഫ് നടന്നുകൊണ്ടിരിക്കും. അതുവരെ ആൾക്കാർ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന തൂക്കുപാലം ഞാൻ ഇളക്കി മറയ്ക്കുന്നത് കണ്ട് കുറേ പേര് ഞങ്ങളെ ശ്രദ്ധിച്ചു. എന്താണ് ഇവർ കാണിക്കുന്നത് ഈ കുഞ്ഞി പിള്ളേരുടെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഇത് റിയൽ ടീ ലീവ്സാണ്. ഇത് എങ്ങനെയാണ് വിളവെടുക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വരികയാണ്. അപ്പോൾ ഇത് ഒരു പാർക്കിംഗ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ പോയത് റിപ്പിളുടെ തന്നെ ഒരു ചായ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിലേക്കാണ്. അപ്പോൾ ഈ സ്റ്റോറിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ സ്ട്രോബെറി. ഇത് ഞങ്ങൾ റിപ്പിളിൻ്റെ മ്യൂസിയത്തിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ റിപ്പിൾ പീച്ച് ഫ്ലേവേർഡ് ടീ ആണ്. ഇതൊന്ന് കുടിച്ചു നോക്കാം, ടേസ്റ്റും കാര്യങ്ങളും. ഐസ്ഡ് ടീ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും. നല്ല സാധനമാണ്. ഐസ്ഡ് ടീ കോൺസെൻട്രേറ്റ് ആണ്. ഇതിന് 100 രൂപയാണ് വില. നേരത്തെ ഞാൻ കുടിച്ച സാധനം മിക്സ് ചെയ്തിട്ടുള്ള കുടിക്കാൻ പറ്റുന്നതാണ്. അത് 60 റുപ്പീസ്. ഇത് 100 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള കോൺസെൻട്രേറ്റ് ആണ്. പിന്നെ എൻ്റെ വൈഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജാം. ഇത് പീസുകളുള്ളതാണ്, സ്ട്രോബെറി പീസുകളുള്ളത്. ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് 250 രൂപയാണ്. അങ്ങനെ ഞങ്ങളുടെ ഉടനീള തീറ്റ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചോളവും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. അവിടെ നിന്നൊരു ചോളവും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ മടക്കയാത്ര.